ഒരു പുള്ളിക്കാരി ഉണ്ടല്ലോ, എനിക്ക് അവരുടെ പേര് ഞാൻ പറയുന്നില്ല. ഓക്കെ, പറഞ്ഞ പേര് പറയുന്നത് നിങ്ങൾ എങ്ങനെ അറിയുന്നത്? അവർ 24 മണിക്കൂറും എൻ്റെ വീഡിയോസിനാണ് അവർ എൻ്റെ വീഡിയോസ് എടുത്തിട്ട് എന്നെ കുറ്റപ്പെടുത്തി എടി പൊടി എന്നുള്ള വിളിച്ചുള്ള കാര്യങ്ങളാണ്. എൻ്റെ അനിയൻ പ്രതീഷ്, എൻ്റെ നായകൻ പ്രതീഷിന് ഞാൻ ഫുഡ് വാരി കൊടുത്തതിന് പ്രതീഷിൻ്റെ വൈഫിനില്ല കുഴപ്പം. ഞാൻ റൂമിലിരുന്നോ അല്ലെങ്കിൽ വേറെ എല്ലായിടത്തും ഇരുന്ന് പാത്തും പതുങ്ങിയൊന്നുമല്ല അവന് വാരി കൊടുത്ത് അവന് എനിക്ക് ഫുഡ് വാരി തന്നതും. മനസ്സിലായോ? ഞാനത് ക്യാമറയ്ക്ക് മുന്നിലാണ് ചെയ്തത്, അല്ലാതെ നിങ്ങളാരും കാണിക്കുന്നില്ല, പാത്തൊന്നുമല്ല ഞാൻ കാണിച്ചത്. മനസ്സിലായോ? എന്നെ കുറെ നാളെ ഞാൻ നിങ്ങൾക്ക് മറുപടി തരുന്നില്ല എന്ന് വെക്കുന്നതുകൊണ്ട് ഞാൻ പൊട്ടിയൊന്നുമല്ല. പിടി കിട്ടിയോ? ചേച്ചി പിടി കിട്ടിയോ ഞാൻ ആരോടാ പറയുന്നത്? ചേച്ചി കുറെ ദിവസമല്ലോ തുടങ്ങിയിട്ട് എൻ്റെ ഫോട്ടോ എടുത്ത് ഞാൻ വാരി കൊടുക്കുവാണോടി. അവൻ മുതല പോലെ വാ തുറക്കുന്നു. അവനെ ഒന്നും പറയണ്ട കേട്ടോ. എന്നെ നിങ്ങൾ പറഞ്ഞു, എന്നെ പറയുന്നത് എനിക്ക് കുഴപ്പമൊന്നുമില്ല. അവനെയോ അവൻ്റെ വൈഫിനെ പറയാൻ നിങ്ങൾക്ക് യാതൊരുവിധ അവകാശമില്ല. എന്നെ നിങ്ങൾ പറഞ്ഞു, എനിക്കൊരു വിഷയമില്ല കേട്ടല്ലോ. അപ്പം ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യത്തിന് വെറുതെ ഇടപെടും. നിങ്ങളുടെ ഒരു കാര്യത്തിനും രേണുസുതി ഇടപെടാൻ വന്നിട്ടുമില്ല, വരത്തുമില്ല. എന്നെ വെറുതെ വിട്ടേക്ക് കേട്ടോ. പിന്നെ ഞങ്ങൾ വാരിക്കൊടുക്കുവോ, ചിലപ്പോൾ ഞങ്ങൾ ഹഗ് ചെയ്യുമോ, അതൊക്കെ എനിക്കും പ്രതീഷിനും അല്ലെങ്കിൽ പ്രതീഷിന്റെ വൈഫിനും ഇടയിലുള്ള കാര്യങ്ങളാണ്. അത് നിങ്ങൾ അതിനകത്ത് ഇടപെടണ്ട കേട്ടല്ലോ. ഞാൻ എൻ്റെ സ്വന്തം അനിയനാണ് അവൻ, അവൻ്റെ സ്വന്തം ചേച്ചിയാണ് ഞാൻ. അതുപോലെ തന്നെ അമ്മൂസ് അവൻ്റെ വൈഫ് എൻ്റെ സ്വന്തം അനിയത്തിയാണ്, അവരുടെ സ്വന്തം ചേച്ചിയാണ് ഞാൻ കേട്ടല്ലോ. പിന്നെ സുധിച്ചേട്ടന് വാരി കൊടുത്തോ ഇല്ല നിങ്ങളോടാണ് എനിക്ക് ബോധിപ്പിക്കേണ്ട കാര്യമുണ്ടോ? സുധിച്ചേട്ടന് ചിലപ്പോൾ വാരി കൊടുത്തിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ ഞാൻ സുധിച്ചേട്ടനെ കെട്ടി പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതൊക്കെ നിങ്ങളെ അറിയിക്കേണ്ട കാര്യമുണ്ടോ? ഞങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ഇതെല്ലാം നിങ്ങളെ അറിയിക്കേണ്ട കാര്യമുണ്ടോ? കുറെ നാളായി നിങ്ങൾക്ക് തുടങ്ങിയിട്ട് കേട്ടോ. അപ്പം ഇതിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ ഞാൻ വെറും ഇതാകത്തില്ല, ആയെന്നോർക്കും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മറുപടി ആയിട്ട് വന്നത് കേട്ടോ. ശരി, ബൈ. ഒരിടവേളയ്ക്ക് ശേഷം കൊല്ലം സുധി രേണു ദാമ്പത്യ ജീവിതം വീണ്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ്. നടന്റെ രണ്ടാം ഭാര്യയെന്ന് അവകാശപ്പെട്ട് പുതിയൊരു സ്ത്രീ രംഗത്തെത്തിയതോടെയാണ് പുതിയ ചർച്ചകളുടെ ഒരു തുടക്കം. ആദ്യ വിവാഹം തകർന്ന ശേഷം തന്നെയാണ് സുധി വിവാഹം ചെയ്തത് എന്നാണ് പേര് വെളുത്താൻ ആഗ്രഹിക്കാത്ത ആ ഒരു സ്ത്രീ പറഞ്ഞത്. താനും സുധിയും വേർപിരിഞ്ഞിട്ട് 7 വർഷത്തോളമായി എന്നും അതിന് കാരണം രേണു തന്നെയാണ് എന്നാണ് ഈ ഒരു സ്ത്രീ പറയുന്നത്. ഞാനും സുധിയും ലിവിങ് ടുഗദർ ആയിരുന്നു, സുധി എന്നെ കൊണ്ട് നടക്കുകയായിരുന്നു എന്നൊക്കെയുള്ള തരത്തിലായിരുന്നു. വളരെ മോശമായാണ് ഈ ഒരു സ്ത്രീയെ കുറിച്ച് രേണു പറഞ്ഞു നടക്കുന്നതെന്ന് പറഞ്ഞാണ് ഇവർ രംഗത്തെത്തിയത്. അതുകൊണ്ടാണ് താൻ ഇപ്പോൾ പ്രതികരിക്കാൻ തീരുമാനിച്ചതെന്നാണ് ഈ ഒരു സ്ത്രീയുടെ വെളിപ്പെടുത്തൽ. 2013 സുധി എന്നെ ഒഫീഷ്യലി മാരേജ് ചെയ്യുന്നത്. ഇപ്പം നിലവിൽ സുധിയുടെ വൈഫല്ല. ഓക്കെ, ഞങ്ങൾ ഡിവോഴ്സ്ഡ് ആയിട്ട് ഒരു 6-7 വർഷമായി. കൊല്ലത്ത് കോടതിയിൽ വെച്ചിട്ടായിരുന്നു ഡിവോഴ്സ്ഡ് ആയത്. അതിന് കാരണം ഈ രേണു തന്നെയാണ്. ഇയാൾ വരുമ്പോൾ സ്വന്തമായിട്ടൊരു ഷർട്ട് പോലും മേടിച്ചിടാൻ ഇല്ലാത്ത ഒരാളായിട്ടാണ് വരുന്നത്. ഇയാൾ 0 ബാലൻസിലാണ് നിന്നത്. എന്റെ കാശ് കൊണ്ടാണ് അയാൾ ഇത്രയായത്. അല്ലെങ്കിൽ എന്റെ ഒരു സമയത്തിന്റെ പരിധി വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റില്ല. എന്നാലും അത്യാവശ്യം കുറച്ച് കാര്യങ്ങളും ഞാൻ പറയാം. എന്റെ പേര് വെളിപ്പെടുത്താനായിട്ട് എനിക്ക് താല്പര്യമില്ല. പിന്നെ ഓൾമോസ്റ്റ് എല്ലാവർക്കും എന്നെ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സുധിയുടെ വൈഫ് രേണുവിനെ കുറിച്ചാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. എന്റെ ഒരു കസിൻ ചേച്ചി, അതുപോലെ എന്നെ സ്നേഹിക്കുന്ന 1-2 ചേട്ടന്മാര്. അപ്പൊ എനിക്കൊരിക്കലും അവളെ നാണം കെടുത്തണമെന്നോ ഇല്ലെങ്കിൽ അവളുടെ ഇമേജിനെ ബാധിക്കുന്നത് ചെയ്യണമെന്നൊന്നും എനിക്കൊരു താല്പര്യമുള്ള ഒരാളല്ല. പക്ഷെ എനിക്ക് എന്റെ ലൈഫിൽ കുറെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും വന്നതുകൊണ്ട് എനിക്കിത് പറഞ്ഞേ പറ്റത്തുള്ളൂ. പറയാൻ പറ്റും. 2013 സുധി എന്നെ ഒഫീഷ്യലി മാരേജ് ചെയ്യുന്നത്. ഇപ്പം നിലവിൽ സുധിയുടെ വൈഫല്ല. ഓക്കെ, ഞങ്ങൾ ഡിവോഴ്സ്ഡ് ആയിട്ട് ഒരു 6-7 വർഷമായി. കൊല്ലത്ത് കോടതിയിൽ വെച്ചിട്ടായിരുന്നു ഡിവോഴ്സ്ഡ് ആയത്. അതിന് കാരണം ഈ രേണു തന്നെയാണ്. അത് ഞാൻ പറയാം. പിന്നെ എന്നെ അറിയാവുന്ന കുറെ ആൾക്കാരോട് രേണു പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഞങ്ങൾ ലിവിങ് ടുഗദർ സെറ്റപ്പ് ആയിരുന്നു. സുധി എന്നെ 1 വർഷം ഇങ്ങനെ കൊണ്ടു നടന്ന് അത്ര വളരെ മോശമായിട്ടാണ് അവള് പറയുന്നത്. എനിക്കിപ്പോ ഇതിലങ്ങനെ സംസാരിക്കാനായിട്ട് താല്പര്യമില്ല. അങ്ങനത്തെ വേർഡുകൾ സംസാരിക്കാൻ താല്പര്യമില്ല. ഈ അടുത്തിടെയാണ് ഇത് പറഞ്ഞത്. ഈ അടുത്തിടെ എന്റെ ഒരു ചേച്ചി, ഞങ്ങള് ഓൾമോസ്റ്റ് പരിചയമുള്ള ഫാമിലി ഫ്രണ്ട് ഒരു ചേച്ചി കൊല്ലത്ത് മറ്റേ കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിലൊരു ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ചേച്ചി കാഷ്വലായിട്ട് ചോദിച്ചു, എന്നെ അറിയോ എന്നിങ്ങനെ ചോദിച്ചപ്പോ ഇവിടെ ചേച്ചിയോട് പറഞ്ഞു അറിയാം എന്നിങ്ങനെ. ചേച്ചി കാര്യങ്ങൾ സംസാരിച്ചു. അപ്പൊ പുള്ളിക്കാരത്തി എടുത്ത വായിലെ പറഞ്ഞ ഡയലോഗ്, അയ്യോ എന്റെ സുധിച്ചേട്ടന്റെ കൂടെ അവൾ 1 വർഷം താമസിച്ചു എന്നേ ഉള്ളൂ, കല്യാണം ഒന്നും അവൾ കഴിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. എന്റെ അമ്മയുടെ 15 സെന്റ് വസ്തു വിറ്റിട്ടാണ് ഞങ്ങൾ കൊല്ലത്തേക്ക് വരുന്നത്. അപ്പൊ എന്നെ ഫീൽഡിലേക്ക് കൊണ്ടുവന്നതും പുള്ളി തന്നെയാണ്. ഫീൽഡിൽ ഞാൻ ഓൾമോസ്റ്റ് ഉണ്ടായിരുന്നു, എന്നാൽ തന്നെയും ഫീൽഡിലേക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കൊണ്ടുവന്നത് പുള്ളി തന്നെയാണ്. ഫീൽഡ് എന്ന് പറയുന്നത് മിമിക്രി ആണോ, എന്തായിരുന്നു? ഞാൻ മിമിക്രി ഫീൽഡായിരുന്നു. ഞാൻ മിമിക്രി ഫീൽഡ് എന്ന് പറയുമ്പോൾ തന്നെ എന്റെ കൂടെയുള്ള കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് ആൾക്കാർക്ക് മൊത്തം ഇത് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോഴ് അങ്ങനെയാണ് ഞങ്ങൾ മാരേജ് ചെയ്യുന്നതും. മാരേജ് ചെയ്യുമ്പോൾ ഏഷ്യൻറ്റ് നിൽക്കുമ്പോഴാണ് മാരേജ് ചെയ്യുന്നതും. പിന്നെ കോമഡി ഫെസ്റ്റിവലിലേക്ക് വന്നു. പിന്നെ കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് വന്നു. നിങ്ങളുടെ മാരേജ് കഴിഞ്ഞ വർഷം ഏതാണ്? 2013 2012 ലാസ്റ്റ് ഡിസംബർ 26 ആയിരുന്നു. 2012 ലാസ്റ്റ്.
അപ്പൊ ഈ കല്യാണം നിങ്ങൾ സ്നേഹിച്ച് കല്യാണം നടന്നത് കൊല്ലം മാടനര ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു കല്യാണം നടന്നത്. സുധിച്ചേട്ടന്റെ ഫ്രണ്ട്സും എന്റെ ഫാമിലിയും അവരുടെ ഫാമിലിയും എല്ലാരും കൂടി ചേർന്നിട്ടാണ് കല്യാണം നടത്തിയത്. നിങ്ങൾ പ്രേമിച്ച് കെട്ടിയതാണോ അതോ? നിങ്ങൾ പ്രേമിച്ച് കെട്ടിയതാണോ എന്ന് വെച്ചാൽ പ്രേമൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ഒരുമിച്ച് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നപ്പോ കുറെ ആൾക്കാരുണ്ടല്ലോ ഇങ്ങനെ ബോറായിട്ട് സംസാരിക്കാനുള്ള കുറെ ആൾക്കാരുണ്ടായിരുന്നല്ലോ. ആ ടൈമില് ഞാൻ തന്നെയാണ് പുള്ളിയോട് ചോദിച്ചത്, ചേട്ടൻ ഇങ്ങനെ എല്ലാരും ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ട്, അപ്പൊ ചേട്ടൻ നമുക്ക് കല്യാണം കഴിച്ചു ഞാൻ തന്നെയാണ് ചോദിച്ചത്. ആ പുള്ളി എന്നോട് പറഞ്ഞു, നീ കൊച്ചാണ്, നീ എന്തർത്ഥത്തിലാണ് അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നോട് പുള്ളി ചോദിച്ചു തിരിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ ഈ ഒരു റിയാലിറ്റി ഷോ കഴിയുമ്പോഴത്തേന് ഞാൻ വേറെ പോകും, ചേട്ടൻ വേറെ പോകും, അപ്പോഴും തന്നെ ആൾക്കാർ ആ ഒരു കണ്ണുകൊണ്ടല്ലേ കാണത്തുള്ളൂ എന്ന് ഞാൻ പുള്ളിയോട് ചോദിച്ചു. അന്ന് പുള്ളിക്കൊരു മകനുണ്ട്, രാഹുൽ ദാസ്. അന്നവൻ അവിടെ തന്നെ ഒരു സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുവാണ്, 4ാം സ്റ്റാൻഡേർഡിൽ എന്തോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, 4ലോ 5ലോ കണ്ടാണ്, എനിക്ക് അത് നല്ല ഓർമ്മയില്ല. ചേട്ടത്തി തന്നെയാണ്. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ വിവാഹ ജീവിതം മുടങ്ങി? അല്ലെങ്കിൽ കുറച്ചു മുമ്പ് ഒരു വ്യക്തിക്കെതിരെ ആരോപണം പറഞ്ഞല്ലോ, എന്താ? അത് ഈ രേണു തന്നെയാണ് കാരണം. രേണുവിന്റെ കുറെ മെസ്സേജുകൾ ഞാൻ ഫോണിൽ കാണാനിടയായി. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നോട് കുറെ ആൾക്കാർ ഇത് ചോദിച്ചു, ഞാൻ പക്ഷെ ആരോടും ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. ഞാനിപ്പോഴാണ് ഇത് പറയുന്നത്. അത് പറയാൻ ഞാൻ അത്രയും നാണം കെട്ടത് കൊണ്ടാണ് പറയുന്നത്. അപ്പോഴ് പുള്ളിക്കാരത്തി ഇങ്ങനെ എല്ലാരോടും പറഞ്ഞു നടക്കാൻ തുടങ്ങി. ഇങ്ങനെ മെസ്സേജ് കണ്ടു. അന്ന് എന്റെ വീട്ടിലായിരുന്നു സുധിച്ചേട്ടൻ, ഞങ്ങൾ ഒരുമിച്ചുള്ളത്. ഞാനൊരു ടീമിൽ പ്രാക്ടീസിന് പോയിട്ട് തിരിച്ചു വന്നപ്പം ഫോണിലെ മെസ്സേജുകൾ കണ്ടു. പിന്നെ സുധിച്ചേട്ടൻ ഭയങ്കര മദ്യപാനമാണ്, മദ്യത്തിന് അഡിക്റ്റ് ആയിരുന്നു പുള്ളി. ഇപ്പൊ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാശ് കിട്ടി കഴിഞ്ഞാൽ നന്നായിട്ട് നോക്കും പുള്ളി. കാശില്ലാന്നുണ്ടെങ്കിൽ എല്ലാരും കയ്യിൽ നിന്ന് കടം മേടിക്കും, എല്ലാരും വിളിച്ച് കടം മേടിച്ചെങ്കിലും പുള്ളി മദ്യപിക്കും. അങ്ങനെ ഞാൻ ഒരു ടീമിലേക്ക് റിഹേഴ്സലിൽ പോയിട്ട് തിരിച്ചു വന്നപ്പം പുള്ളിക്കാരന്റെ മെസ്സേജ് കണ്ടു. അങ്ങനെ ആ മെസ്സേജുകൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാനൊന്നും മറന്നിട്ടില്ല. ഞാൻ എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോൾ പുള്ളിക്കാരന്റെ വീട്ടിലാണ്. എന്റെ വീട്ടിൽ എന്റെ അമ്മ വെച്ച ഫുഡും കഴിച്ച് കിടന്നുറങ്ങുന്ന മനുഷ്യൻ പറയുന്നത് ഞാൻ എന്റെ വീട്ടിലാണ്. അപ്പൊ ആള് ചോദിക്കുന്നു, നിങ്ങൾ പിണക്കണം അല്ല പിണങ്ങാതിരിക്കാൻ കൊണ്ടാക്കിയിരിക്കുവാണെന്നൊക്കെ പറഞ്ഞ് കുറെ ഡയലോഗും കാര്യങ്ങളൊക്കെ അതിനകത്ത് വന്നു. നിങ്ങളെ കുറിച്ചാണ് ചോദിക്കുന്നത്, അതായത് എന്നെ കുറിച്ച് പുള്ളിക്കാർക്ക് ചോദിക്കുമായിരുന്നു. അറിയാമായിരുന്നു ഇന്നപോലെ കല്യാണം കഴിഞ്ഞതാണെന്ന് അറിയായിരുന്നു. അത് ഇതൊന്നും ഒരു കേസൊന്നും അല്ലായിരുന്നു, പല കേസുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് കുറച്ച് വൾഗറായിട്ടുള്ള മെസ്സേജുകൾ കണ്ടപ്പം അന്നാണ് ഞാൻ എനിക്ക് വേണ്ട എന്നും പറഞ്ഞിട്ട് എന്റെ വീട്ടിൽ നിന്ന് എന്റെ പരിസരക്കാർക്കെല്ലാം അറിയാം. എന്റെ പരിസരക്കാരെല്ലാം വീട്ടിന്റെ ബഹളം കേട്ടിട്ട് വന്നു. ഞാൻ പൊക്കോളാൻ പറഞ്ഞു. അന്നാണ് ഞങ്ങള് പുള്ളി കുറെ പ്രാവശ്യം വന്നു കോംപ്രമൈസിന്. അപ്പം ചേട്ടനും ചേട്ടത്തിയൊക്കെ വിളിച്ചു വെച്ചപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. എന്താണ് അത്രമാത്രം ഹേർട്ട് ചെയ്യുന്ന മെസ്സേജുകൾ? കുറെ മെസ്സേജുകൾ ഉണ്ടായിരുന്നു ചേച്ചി. ഹേർട്ട് ചെയ്യുന്ന മെസ്സേജ് എന്റെ കൂടെ കിടന്നുറങ്ങിയിട്ട് പുള്ളി പറയുന്നത്, പുള്ളി എന്റെ വീട്ടില് എന്റെ ബെഡില് എന്റെ റൂമിൽ കിടന്നുറങ്ങിയിട്ട് ഞാൻ എന്റെ വീട്ടിലും പുള്ളിയുടെ വീട്ടിലുമാണെന്നാണ് പറഞ്ഞത്. പിന്നെ പറഞ്ഞിരുന്നേ ആൾ ഇങ്ങോട്ട് അയച്ചേക്കുന്ന മെസ്സേജ്, ചേട്ടൻ എന്നെ കണ്ടിട്ട് പോകുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്, ചേട്ടൻ എന്റെ അടുത്തുള്ളപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമാണെന്നൊക്കെ പറഞ്ഞിട്ടൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. പിന്നെ അപ്പം പുള്ളിക്കാരൻ തിരിച്ചയച്ചിരിക്കുന്നു, എന്നെക്കാളും കൂടുതൽ ഫീൽഡിൽ ആൾക്കാരുമായിട്ട് അവൾക്ക് ബന്ധമുണ്ട്, അപ്പോ ഞാൻ എവിടെ പോകുന്നു എന്തിനു പോകുന്നു എനിക്ക് കള്ളം പറഞ്ഞിട്ട് വരാൻ പറ്റില്ല, അവള് ഇനി ഉദ്ദേശിക്കുന്ന ഒരാളല്ല, അവൾക്ക് ചുറ്റിനും ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, കാരണം ഞാനും ഫീൽഡ് തന്നെയാണല്ലോ, കള്ളം പറഞ്ഞ് എനിക്ക് ഇറങ്ങാനൊക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി കുറെ മെസ്സേജുകൾ അയക്കുന്നുണ്ടായിരുന്നു. അവളെങ്ങാനും ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രോബ്ലം ആവും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇവര് ആക്ച്വലി വേറെ ബന്ധങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ചേച്ചി, അതിലും വലിയ നാണക്കേട് ഞാൻ ധാരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ. കാരണം ഞാനൊരു പെൺകുട്ടിയായിട്ട് ആള് പറഞ്ഞ കാര്യമാണ് എന്നെ കൊണ്ടു നടന്ന്, അത് എനിക്ക് ഇങ്ങനെ ഇതിനകത്ത് പറയാൻ പറ്റില്ല, അത്ര വൃത്തികെട്ടൊരു വേടാണ് പറഞ്ഞത് ചേച്ചി. ഊഹിച്ചെടുത്തു, അത് കൊണ്ടു നടന്നതാണ്. ആളുടെ കാശും എല്ലാം ഊറ്റിയെടുത്തിട്ട് ആളിനെ ഞാൻ ഉപേക്ഷിച്ചതാണെന്ന്, അവിടെ നിന്ന് എടുത്തോണ്ട് പോയതാണ് ഈ വ്യക്തി എന്നുള്ള നിലയിലാണല്ലേ? അവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതാണ് ചേച്ചി. ഇയാൾ വരുമ്പോൾ സ്വന്തമായിട്ടൊരു ഷർട്ട് പോലും മേടിച്ചിടാൻ ഇല്ലാത്ത ഒരാളായിട്ടാണ് വരുന്നത്. ഇയാൾ 0 ബാലൻസിലാണ് നിന്നത്. എന്റെ കാശ് കൊണ്ടാണ് അയാൾ ഇത്രയും. ശരിക്കും ഇതൊക്കെ കേട്ടുകൊണ്ട് തന്നെ പല രീതിയിലുള്ള വിമർശനങ്ങൾ തന്നെയാണ് ഇപ്പൊ കൊല്ലം സുധിയുടെ പേര് എന്ന് പറയുമ്പോൾ, അതായത് കൊല്ലം സുധി എന്ന പേരിനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ കേൾക്കുന്നത് അല്ലേ. ഇദ്ദേഹം മരിച്ചതിന് ശേഷമാണ് ആളുകൾ ഇദ്ദേഹത്തെ അറിയാൻ തുടങ്ങിയത്. അതിനും ഒരു പക്ഷെ കാരണക്കാരി രേണു തന്നെയാണ്. ഇപ്പോൾ കൊല്ലം സുധിയെ ആ ഒരു പേരിൽ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ പഴയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പൊ പുറത്തു വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഗതികെട്ട ഒരു ആത്മാവായാണ് കൊല്ലം സുധിയുടേതെന്ന് തോന്നിപ്പോകുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ ഈ ഒരു ചർച്ചകൾക്കെല്ലാം കാണുമ്പോൾ തോന്നുന്നത്. എന്തായാലും കൊല്ലം സുധിയുടെ 2ാം ഭാര്യ എന്ന് അവകാശപ്പെടുന്ന ഈ ഒരു സ്ത്രീ നടത്തിയ തുറന്നു പറച്ചിലിന്റെ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ വൈറലാണ്. രേണു സുധിക്ക് മുൻപ് കൊല്ലം സുധി തന്നെയാണ് വിവാഹം കഴിച്ചതെന്നും ഈ ഒരു രേണു തന്നെക്കുറിച്ച് മോശമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതെന്നെല്ലാം ആ ഒരു സ്ത്രീ ആ ഒരു വൈറൽ വീഡിയോയിൽ പറയുന്നുണ്ട്.
എന്തായാലും ആ ഒരു സ്ത്രീ ഇതുവരെയ്ക്കും തന്റെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല. പിന്നെ ഈ ഒരു കൊല്ലം സുധിയുടെ രണ്ടാം വിവാഹത്തെക്കുറിച്ച് രേണു പബ്ലിക്കിൽ എവിടെയും പറഞ്ഞിട്ടുമില്ല. ഇപ്പോൾ ഈ ഒരു സ്ത്രീയുടെ തുറന്ന പറച്ചിലൂടെ ചീത്ത പേര് ലഭിക്കാൻ പോകുന്നതും ഈ ഒരു കൊല്ലം സുധിക്ക് തന്നെയാണ്. എന്തായാലും ഈ ഒരു മരണശേഷം സുധിയെ പോലെ തന്നെ മറ്റാരും ഇത്തരത്തിലൊരു കുറ്റപ്പെടുത്തലുകളോ അല്ലെങ്കിൽ പഴിചാരലോ കേട്ട് കാണത്തില്ല. സുധി ജീവിച്ചിരുന്നപ്പോൾ കിട്ടാത്ത ഒരു ബഹുമാനവും തന്നെയാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന് ഒരു മരണശേഷം ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ജീവിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് മര്യാദയ്ക്ക് ഒരു സിനിമ പോലും കിട്ടിയിട്ടില്ല. റിയാലിറ്റി ഷോയും കോമഡി ഷോയുമായിട്ടൊക്കെയാണ് അദ്ദേഹം മുന്നോട്ട് പോയിരുന്നത്. മാത്രമല്ല ചളിയൻ എന്നൊക്കെയുള്ള ഒരു കളിയാകലും അദ്ദേഹം നിരവധി കേട്ടിട്ടുണ്ട്. കട്ടപ്പനയിലെ ഋതിക് റോഷനിലെ കഥാപാത്രമാണ് കുറച്ചെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടത്. മരണശേഷം സെന്റിമെന്റ്സ് വേവിലാണ് സുധിയുടെ പേര് പൊങ്ങി വന്നത്. കൂടെ രേണുവിന്റെ ആളുകൾ എന്തായാലും അത് പൊക്കിക്കൊണ്ടുവന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ. പിന്നീട് തുടരെ ഈ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നതിലൂടും അതിലേക്ക് ലക്ഷ്മി നക്ഷത്രം കൂടി വന്നതോടെയാണ് ഈ ഒരു സ്നേഹം വെറുപ്പായിട്ട് മാറിയത്. പിന്നീട് ഈ ഒരു രേണു അഭിനയം കൂടി തുടങ്ങിയതോടെയാണ് ഇത്തരത്തിലുള്ള ഹെയ്റ്റുകൾ കൂടി വന്നത്. എന്തായാലും കുറച്ചു കാലമായി വീണ്ടും ഇപ്പോൾ ഈ ഒരു സോഷ്യൽ മീഡിയയിലെ ഇദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ വീണ്ടും പൊങ്ങുകയാണ്. അല്ലെ, മിമിക്രി കളിച്ച് നടന്നവനെ വലിയ കലാകാരനാണെന്ന് ഇവൾ എന്തിനാണ് പറയുന്നത് എന്നൊക്കെയാണ് ഇപ്പോൾ വരുന്ന വിമർശനങ്ങൾ. അത് മാത്രവുമല്ല, സുധിയുടെ പഴയകാല ജീവിതവും സോഷ്യൽ മീഡിയ ചർച്ച ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞു. സുധിയുടെ ആത്മാവാകും ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഗതി കിട്ടാതെ അലഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാലേ, സുധി എല്ലായിടത്തും ആദ്യ ഭാര്യയെക്കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. രേണുവും അതേക്കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. രണ്ടാം ഭാര്യ എന്ന് അവകാശപ്പെടുന്ന ഈ ഒരു സ്ത്രീ പറഞ്ഞ കാര്യങ്ങൾ ഇനി ചർച്ചയാകും. കാരണം സുധിയുടെ ഇമേജ് നശിക്കും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.